നമുക്ക് സെഷൻ സമയം കളയാതെ തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിലെല്ലാം കുറെ ഏതായിരുന്നു നമ്മുടെ DC കുറിച്ചും ഒക്കെ പഠിച്ചായിരുന്നു. നമ്മൾ അതെല്ലാം ഒരു ബ്രഷ് അപ്പ് ചെയ്യുന്ന പോലെ ഇതിന്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങ് ക്ലിയർ ചെയ്ത് ഇന്നത്തെ സെഷനിൽ അങ്ങ് കവർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബെഡിങ് ഓഫ് എ കേബിൾ കൺസിസ്റ്റ് ഓഫ്, ആൻസേഴ്സ് പറയണേ. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. എന്താണ് ബെഡിങ് എന്ന് പറയുന്നത്? ബെഡിങ് എന്തിനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? അണ്ടർഗ്രൗണ്ട് കേബിൾ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ ഓഫ് മെറ്റൽ ഷീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കേബിളിംഗ്, ഈ അണ്ടർഗ്രൗണ്ട് കേബിൾസിന് പല ലെയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ ആണ് ബെഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബെഡിങ് എന്ന് പറയുന്ന മെറ്റാലിക് ഷീറ്റിന്റെ മേളിൽ വരുന്ന ഒരു കവറിംഗ് ആണ്. അപ്പം ആ ഷീറ്റിന് പ്രൊട്ടക്ഷൻ, കൊറോഷനും മെക്കാനിക്കൽ ഇഞ്ചുറീസിൽ നിന്നും ഉള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡിങ് കൊടുക്കുന്നത്. അത് നോർമലി ജൂട്ട് അല്ലെ പേപ്പർ ടേപ്പ്, ഈ ഫൈബ്രസ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നോർമലി ഇതിന്റെ ഒക്കെ പ്രൊട്ടക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ സി ജൂട്ട് ഒരു ആൻസർ ആണ്. അതുപോലെ തന്നെ ഈ ഹെസിയൻ ക്ലോത്ത്, ഈ ഫൈബ്രസ് മെറ്റീരിയൽസ് ആയിരിക്കും, അല്ലെ കോട്ടൺ, ഇതൊരു ഓപ്ഷൻ ആണ്. കോട്ടൺ ഒരു ഓപ്ഷൻ ആണ് ഈ ബെഡിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ കേബിൾ എബവ് മെറ്റാലിക് ഷീറ്റ് ഏതാണ് കൊടുക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞു ബെഡിങ്ങിന്റെ മുകളില്, അല്ല സോറി, മെറ്റാലിക് ഷീറ്റിന്റെ മുകളില് എബവ് മെറ്റാലിക് ഷീറ്റ് ബെഡിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബെഡിങ്ങിന്റെ മെയിൻ പർപ്പസ് തന്നെ അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, മെറ്റാലിക് ഷീറ്റിനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡിങ് കൊടുക്കുന്നത്. ഓക്കെ, ആർമറിങ്ങോ? ഈ ബെഡിങ് കഴിഞ്ഞിട്ടുള്ളതാണ് ആർമറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആർമറിങ് നമ്മൾ കൊടുക്കുന്നത് മെക്കാനിക്കൽ ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആർമറിങ് കൊടുക്കുന്നത്. അതിന്റെ മെറ്റീരിയലോ? അതിന്റെ മെറ്റീരിയൽ എന്തായിരിക്കും? ഗാൽവനൈസ് സ്റ്റീൽ വയർ അല്ലെങ്കിൽ സ്റ്റീൽ ടേപ്പ് വെച്ചിട്ട് ഉള്ള GI സ്റ്റീൽ വയർ ഓർ സ്റ്റീൽ ടേപ്പ്, അതാണ് ഇതിന്റെ മെറ്റീരിയൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെറ്റാലിക് ഷീറ്റ് ഇസ് യൂഷ്വലി മെയ്ഡ് ഓഫ് ലെഡ് ആണോ അലൂമിനിയം ആണോ, അതോ ലെഡും അലൂമിനിയം ഉപയോഗിക്കാമോ, അതോ നൺ ഓഫ് ദിസ് ആണോ? അലൂമിനിയം ആണ്. അലൂമിനിയവും ഉണ്ട്, ലെഡും ഉപയോഗിക്കാം. അതെ, ലെഡ് ഓർ അലൂമിനിയം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു അലോയ് ആണ് നമ്മൾ ഇതിന് ഷീറ്റ്, മെറ്റാലിക് ഷീറ്റിന് നമ്മൾ ഓർ അലോയ് കേട്ടോ, അലോയ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മോയ്സ്ചർ, ഗ്യാസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ലിക്വിഡ്സ് ആയ ആസിഡ്സ്, ആൽക്കനൈൻ, ഇതെല്ലാം സോയിലിലും അറ്റ്മോസ്ഫിയറിലും ഉണ്ട്. അപ്പൊ അതിനകത്തു നിന്നെല്ലാം ഈ നമ്മുടെ കേബിളിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെറ്റാലിക് ഷീറ്റ്, ലെഡ് വെച്ചിട്ടോ അലൂമിനിയം വെച്ചിട്ടോ അല്ലെ അലോയ് വെച്ചിട്ടോ ഉണ്ടാക്കിയ ഷീറ്റുകൾ ഈ അണ്ടർഗ്രൗണ്ട് കേബിൾസിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In cable, the thickness of layer of insulation on the conductor depend upon current carrying capacity ആണോ, വോൾട്ടേജ് ആണോ? വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നമ്മൾ എപ്പോഴും പോയി കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി വെച്ചിട്ടാണ് ഇൻസുലേഷന്റെ തിക്നെസ് എന്നുള്ളൊരു ഇതുണ്ട്. അല്ല, അതിന്റെ കറണ്ട് എത്ര വോൾട്ടേജിലാണ് അതിനകത്ത് കൂടെയുള്ള ട്രാൻസ്മിഷൻ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ലെയർ ഓഫ് തിക്നെസ്, ഇൻസുലേഷന്റെ തിക്നെസ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു റോങ് ആൻസർ ആണ്. വോൾട്ടേജ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻസുലേഷൻ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണോ, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണോ, ലോ കോസ്റ്റ് ആയിരിക്കണോ, ഏതാണ്? All of the above. എല്ലാം ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇൻസുലേഷൻ മെറ്റീരിയൽസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം, അതിന്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം ഇൻസുലേഷൻ മെറ്റീരിയലിന്. ലോ കോസ്റ്റ് ആയിരിക്കണം, നമ്മുടെ കോസ്റ്റ് ഒരു എക്സ്റ്റെൻഡ് നിന്ന് കൂടാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ്. ഇൻസുലേഷൻ മെറ്റീരിയൽ ഷുഡ് ബി, ബാക്കിയുള്ള പ്രോപ്പർട്ടീസ്. all of this acid proof ആയിരിക്കണം, നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം, നോൺ ഹൈഗ്രോസ്കോപ്പിക് ആയിരിക്കണം. നെക്സ്റ്റ്.
പോർസലൈൻ മെറ്റീരിയൽ എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? ഫോളോയിങ് കോട്സ് ആണോ അതോ ഇത് മൂന്നും കൂടെ വെച്ചിട്ടാണ് പോർസലൈൻ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. സിലിക്ക ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ഇത് മൂന്നിന്റെയും ഒരു കോമ്പോസിഷൻ ആണ് പോർസലൈൻ എന്ന് പറഞ്ഞ മെറ്റീരിയൽ. നോർമലി ഇൻസുലേറ്റേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ പോർസലൈൻ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് സിലിക്ക ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ സിലിക്ക, വിച്ച് ഇസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് മേക്കിംഗ് പോർസലൈൻ ഇൻസുലേറ്റേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, insulators are generally made of porcelain. Porcelain. Next question. As compared to AC transmission, DC transmission lines are free of skin effect. Skin effect. So all of these ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് നമുക്കൊരു ഡൗട്ട് വരും, ഇനി കൊറോണ ഇല്ലേ എന്ന്. എന്തായാലും സ്കിൻ എഫക്ട്, കൊറോണ എഫക്ട് ഉണ്ട്. അത് എ സിക്ക് ആണെങ്കിലും ഡി സിക്ക് ആണെങ്കിലും ഉണ്ട്. സ്കിൻ എഫക്ട് മാത്രമാണ് എ സി ട്രാൻസ്മിഷനകത്തുള്ളതും ഡി സിക്കകത്ത് ഫ്രീ ഓഫ് ആയതും. ഫ്രീക്വൻസി കൂടുന്ന അനുസരിച്ച് നമ്മുടെ കറണ്ടിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന് സർഫസിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ സർഫസിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ കണ്ടക്ടറിന്റെ ഫുൾ ഏരിയ ക്രോസ് സെക്ഷൻ ഉപയോഗിക്കാതെ അത് സർഫസിൽ കൂടെ മാത്രം പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? റെസിസ്റ്റൻസ് കൂടും, ലോസ് വരും. അതാണ് ആ എഫക്റ്റിനെയാണ് പറയുന്നത് സ്കിൻ എഫക്ട് എന്ന്. ഓക്കെ, അപ്പൊ ഈ സ്കിൻ എഫക്ട് എ സി ട്രാൻസ്മിഷനകത്ത് മാത്രമേ ഉള്ളൂ, ഡി സി ട്രാൻസ്മിഷനകത്ത് ഇല്ല. എന്തുകൊണ്ടാ? ഡി സി ട്രാൻസ്മിഷനിൽ ഫ്രീക്വൻസി ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീരീസ് കപ്പാസിറ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് സിസ്റ്റത്തില്. എന്തിനാണ് സീരീസ് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുന്നത്? കപ്പാസിറ്റർ റിയാക്ടൻസ് ഇംപ്രൂവ് ചെയ്യാനാണോ, അത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇംപ്രൂവ് ചെയ്യാനോ, അതോ വോൾട്ടേജ് ഇംപ്രൂവ് ചെയ്യാനാണോ, അതോ റെഗുലേഷൻ ഇംപ്രൂവ് ചെയ്യാനാണോ? ബി, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. നമ്മൾ സീരിയസ് ആയിട്ട് കപ്പാസിറ്റർ കൊടുക്കുകയാണ്. സീരിയസ് ആയിട്ട് കപ്പാസിറ്റർ കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ റിയാക്ടൻസ് നമ്മൾ കുറയ്ക്കുകയാണ്. എന്തിനാണ് നമ്മൾ റിയാക്ടൻസ് കുറയ്ക്കുന്നത്? നമുക്ക് കൂടുതലായിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. പവർ ട്രാൻസ്മിഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആ ലൈനിന്റെ ഇൻഡക്ടൻസുമായിട്ട്. അപ്പൊ ഇൻഡക്ടൻസ് കുറയ്ക്കുന്ന അനുസരിച്ച് നമുക്ക് പവർ ട്രാൻസ്ഫർ കപ്പാസിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ സീരീസ് കപ്പാസിറ്റേഴ്സ് നമ്മൾ ലൈനിൽ കൊടുക്കുന്നത് എന്തിനാണ്? ഇൻക്രീസ് പവർ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഓഫ് ലൈൻ. ട്രാൻസ്മിഷൻ കപ്പാസിറ്റി അതിന്റെ ഫോർമുല ഇല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അങ്ങനെ ഇൻഡക്ടൻസ് കുറച്ചിട്ട് നമുക്ക് ആ ലൈനിൽ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഫോർമുല ഒന്ന് പറയാവോ? ഫോർമുല എന്താണ്? മറ്റേ വി ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ. ഡെൽറ്റ 90 ഡിഗ്രി ആകുമ്പോഴത്തേക്കാണ് നമുക്ക് മാക്സിമം ട്രാൻസ്മിഷൻ ഓഫ് പവർ പറ്റുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് ലൈനിന്റെ ട്രാൻസ്മിഷൻ, ലൈൻ reactance. Next question. For transmission of same power, DC line require more copper than AC line. AC line require more copper than DC line. Both AC as well as DC line need more same copper. None of this. Same power transmission ആണ്. ഏതിനാണ്? സെയിം പവർ ട്രാൻസ്മിഷന് ഡി സി ലൈനിൽ ഡി സി ട്രാൻസ്മിഷന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ നമ്മൾ കണ്ട്, 2 വയർ മതി അവർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ എ സി ട്രാൻസ്മിഷൻ ആണെങ്കിലോ മിനിമം സിംഗിൾ ഫേസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണം 2, 3 ഫേസ് ആകുമ്പോഴത്തേക്ക് എത്ര എണ്ണം? 4 എണ്ണം വേണം, അല്ലെങ്കിൽ 3 എണ്ണം മിനിമം എങ്കിലും വേണം. അപ്പൊ ഡി സി ട്രാൻസ്മിഷൻ ലൈൻസ് റിക്വയർ മോർ കോപ്പർ ദാൻ AC transmission lines require more copper than a DC line. Okay, next question, 12th question. Electromechanical voltage regulators generally find application on generators ആണോ, transformers ആണോ, reactors ആണോ, all of these ആണോ? എവിടെയാണ്
ജനറേറ്റർ. ഇലക്ട്രോ മെക്കാനിക്കൽ വോൾട്ടേജ് റെഗുലേഷൻ നടക്കുന്നത് നമ്മുടെ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ മാത്രമാണ്. നമ്മുടെ വോൾട്ടേജിന്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൈം മൂവറിലേക്കുള്ള ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസത്തെയാണ് നമ്മൾ ഈ പറയുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന്. ഗവർണർ സിസ്റ്റത്തെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് പറഞ്ഞേക്കുന്ന ഒരു നെയിമാണ് ഇലക്ട്രോ മെക്കാനിക്കൽ വോൾട്ടേജ് റെഗുലേറ്ററിന്. അപ്പൊ അത് എവിടെയാണ് ആപ്ലിക്കേഷൻ വരുന്നത്? നമ്മുടെ ജനറേറ്ററിനകത്താണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിനകത്ത്. ആ ഓൾട്ടർനേറ്ററിനകത്ത് നമ്മുടെ ഇൻപുട്ട്, അവരുടെ ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഈ പറയുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A synchronous generator generates reactive power while working at എപ്പോഴാണ്? സീറോ പവർ ഫാക്ടർ, ലീഡിംഗ് പവർ ഫാക്ടറിൽ. ലീഡിംഗ് പവർ ഫാക്ടറിൽ റിയാക്റ്റീവ് പവർ ജനറേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിങ്ക്രണസ് ജനറേറ്റേഴ്സ് ഉപയോഗിക്കും. അതിനെ നമ്മൾ സിങ്ക്രണസ് കണ്ടൻസേഴ്സ് എന്ന് പറയും അല്ലെ. റിലേ യൂസ്ഡ് ഓൺ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻസ്. റിയാക്ടൻസ് റിലേ. Reactance relay. Which of the following is a leading power factor system? ഏതാണ്? അണ്ടർഗ്രൗണ്ട് കേബിൾസ് നോർമലി ലീഡിംഗ് പവർ ഫാക്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് അണ്ടർഗ്രൗണ്ട് കേബിൾസ് ആണ് ലീഡിംഗ് പവർ ഫാക്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം റിയാക്ടർ, ട്രാൻസ്ഫോമർ ഒന്നും ലീഡിംഗ്, ഇതിന് ട്രാൻസ്ഫോമറിന് പവർ ഫാക്ടറേ ഇല്ല. കൺസിഡർ ലോഡിനനുസരിച്ചാണല്ലോ ട്രാൻസ്ഫോമറിന്റെ പവർ ഫാക്ടർ നമ്മൾ പറയുന്നത്. മെർക്കുറി ആർക്കർ റെക്ടിഫയർ അതുപോലെ തന്നെ ലോഡിനെ ബേസ് ചെയ്തിട്ടാണ്. റിയാക്ടർ അല്ല, ലീഡിംഗ് പവർ ഫാക്ടർ അല്ല. അപ്പൊ അണ്ടർഗ്രൗണ്ട് കേബിൾസ് ആണ് ലീഡിംഗ് പവർ ഫാക്ടർ സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ആ റിലേയുടെ നമ്മൾ ഷോർട്ടിന് റിയാക്ടൻസ് എന്ന് പറയുന്നു. പിന്നെ അടുത്ത് ബാക്കി എല്ലാവർക്കും അറിഞ്ഞൂടെ മീഡിയം ഏതാണ്? ഇംപിഡൻസ് റിലേ. MHO ഓർ അഡ്മിറ്റൻസ് റിലേ ഏതിനാണ്? ലോങ് ട്രാൻസ്മിഷൻ. ലോങ് ട്രാൻസ്മിഷൻ ആണ് MHO അല്ലെങ്കിൽ അഡ്മിറ്റൻസ്. MHO അഡ്മിറ്റൻസ് റിലേ.